എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്നാണ്. ഈ ടൈറ്റിലിനോട് വളരെ സാമ്യമുള്ള ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഇവിടെ അടുത്തായിട്ടുണ്ടായി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സന്ദർഭം ഇതാണ്: ഞങ്ങൾ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ അറിയാതെ റൂമിൻ്റെ കീ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ റൂം പുറത്തുനിന്ന് പൂട്ടി. അപ്പോൾ പിന്നെ റൂമിലേക്ക് കടക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ കയ്യിൽ ഒരു 2-3 വർഷം മുമ്പ് മേടിച്ചൊരു ലോക്ക് പിക്കിങ് കിറ്റ് ഇരിപ്പുണ്ട്. ലോക്ക് പിക്കിങ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ഡോറ് കുത്തിപ്പൊളിക്കാതെയോ അല്ലെങ്കിൽ ലോക്കിന് കേടുപാടുകൾ വരുത്താതെയോ എങ്ങനെ താക്കോൽ ഉപയോഗിക്കാതെ ഈ ലോക്ക് തുറക്കാമെന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു കിറ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഈ സംഭവം മേടിച്ചിട്ട് കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്കത് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് പഠിച്ചെടുത്ത് അത് ട്രൈ ചെയ്ത് നോക്കി ആ ഡോറ് തുറക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ സന്ദർഭങ്ങളുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ താക്കോല് വീടിൻ്റെ ഉള്ളിൽ മറന്നു വെച്ചിട്ട് നിങ്ങൾ വീട് പൂട്ടുകയോ അല്ലെങ്കിൽ മറ്റ് റൂമുകളോ അല്ലെങ്കിൽ സൈക്കിൾ പൂട്ടിയിട്ട് സൈക്കിളിൻ്റെ താക്കോല് പോവുകയോ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. വേറെ ഒരു പ്രത്യേകിച്ച് കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ തികച്ചും ഒരു അറിവിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ ഓണർഷിപ്പിലല്ലാത്ത ലോക്കുകളിലൊന്നും നിങ്ങളിത് പ്രയോഗിച്ച് നോക്കരുത്. വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് കടക്കാം. ഈ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോക്ക് പിക്കിങ് പഠിക്കുന്നതിന് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഒരു ലോക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ലോക്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കിന് പ്രധാനമായിട്ടും ഇതാണ് ഒരു സാമ്പിൾ ലോക്ക്. ഈ ലോക്കിന് പ്രധാനമായിട്ടും ഉള്ളത് ഇത് ലോക്കിൻ്റെ ബോഡി. ഇവിടെ ഈ ലോക്കിൻ്റെ ഈ കീ ഹോളിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഒരു ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്പ്രിങ് കാണാം. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ലോക്കാണ്. അതുകൊണ്ട് നമുക്കിതിൽ എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്. പിന്നെ സ്പ്രിങ്ങിൻ്റെ അറ്റത്തുള്ളതാണ് ഡ്രൈവേഴ്സ്. ഈ ഡ്രൈവേഴ്സ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ പിൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കീ. അപ്പോൾ ഈ കീ ഇതിൽ ഇടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് കീ ആണെങ്കിൽ കീക്ക് കുറേ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞ ഭാഗങ്ങളുണ്ട്. ഈ ഉയരം കൂടിയ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഈ പിൻസുമ്മ തട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഡ്രൈവർ പോർഷൻ്റെ ലെങ്ത്ത് ഇതിനും പലതായിരിക്കും. ചില ലോക്കുകളിൽ 4 ഡ്രൈവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 5 ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 4 പിന്ന്, 5 പിന്ന്, 6 പിന്ന്, 7 പിന്ന്. അങ്ങനെ ചില ലോക്കും അത് 7 ലിവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പോൾ ഈ പിന്നുകളുടെ എണ്ണം കൂടുന്നതോറും ലോക്ക് കൂടുതൽ സ്ട്രോങ് ആവുന്നതാണ് വെപ്പ്. അപ്പം നമ്മൾ കറക്റ്റ് കീ ആണ് ഇടുന്നതെങ്കിൽ ഈ പിന്നുകളുടെ നീളം കുറവിനും നീളം കൂടുതലിനും അനുസരിച്ച് കറക്റ്റായിട്ട് ഈ കീ പോയിട്ട് അത് പുഷ് ചെയ്യുമ്പോൾ ഡ്രൈവേഴ്സിനെ ഈ പിൻസ് മുകളിലേക്ക് തള്ളുകയും കറക്റ്റായിട്ട് എല്ലാ പിന്നിനും ഡ്രൈവറിനും ഇടയിലുള്ള ഗ്യാപ്പ് ഇവിടെ അലൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ലോക്ക് തിരിക്കുകയാണെങ്കിൽ, കീ തിരിക്കുകയാണെങ്കിൽ ശരിക്കും സിലിണ്ടർ തിരിയും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ലോക്ക് തുറക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ തിരിച്ചാണ് ലോക്ക് തുറക്കുന്നത്. ഈ കീ ശരിയായുള്ള കീ അല്ല ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു തെറ്റായ കീയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ചിലപ്പോൾ നീളം കുറവുകൊണ്ട് ചിലപ്പോൾ എല്ലാ പിന്നുകളിലും എത്തിയെന്ന് വരില്ല. എല്ലാത്തിലും എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ ഹൈറ്റ്സ് ശരിയാവാത്തതുകൊണ്ട് ഒന്നുകിൽ ഡ്രൈവറോ അല്ലെങ്കിൽ പിന്നോ ഏതെങ്കിലും ഈ സിലിണ്ടറിൻ്റെ ആ ഗ്യാപ്പിനിടയിൽ നിൽക്കുകയും അത് ഈ സിലിണ്ടറിനെ തിരിയുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ലോക്ക് എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രമിക്കുന്നത് ഈ ഒറിജിനൽ കീ ഇല്ലാതെ തന്നെ എങ്ങനെ ഈ സിലിണ്ടറിനെ തിരിക്കാം, ഈ കറക്റ്റ് ഡ്രൈവേഴ്സിനെയൊക്കെ മുകളിലേക്ക് പൊക്കി പിന്നിനെയൊക്കെ കറക്റ്റ് പൊസിഷനിലാക്കി എങ്ങനെ സിലിണ്ടർ തിരിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്.
ഇതിന് നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഒരു പിക്കാണ്. പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു മെറ്റലിൻ്റെ കേഷനാണ്, പക്ഷേ ഇതിൻ്റെ ടിപ്പ് കുറച്ച് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ലോക്കിൻ്റെ ഉള്ളിലത്തെ പിൻസ് കറക്റ്റായിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് മുകളിലേക്ക് പൊക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കീ പിൻസിന് മുകളിലേക്ക് പ്രസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പിക്ക് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യും. പിന്നെ നമ്മളിത് പ്രസ് ചെയ്താൽ മാത്രം പോരാ, ഇത് തിരിക്കുകയും വേണം. അപ്പോൾ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേണിങ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻഷൻ റഞ്ച് യൂസ് ചെയ്യുക. ടെൻഷൻ റഞ്ച് നമുക്ക് ഇതിനെ നമ്മൾ എൽ ഷേപ്പിലുള്ള ഒരു മെറ്റൽ പീസാണ് എടുക്കുക. ഇതിൻ്റെ ഈ അറ്റത്ത്, ഈ ടെൻഷൻ റഞ്ചിൻ്റെ ഈ അറ്റത്തും ഒരു ഇതുപോലെ തന്നെ വേറൊരു എൽ ഷേപ്പുണ്ട്. ചിലർ ഇതിന് ഒരറ്റത്ത് മാത്രമുള്ളത് യൂസ് ചെയ്താലും മതി, നമ്മുടെ പർപ്പസ് നടക്കും. അപ്പോൾ ടെൻഷൻ റഞ്ച്. പിന്നെ വേറൊരു ടൂൾ എന്ന് പറയുന്നത് റേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഏത് ലോക്കും നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഈ പിക്കിനേക്കാളും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് റേക്കാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലോക്ക് വരുമ്പോഴാണ് നമുക്ക് പിക്ക് യൂസ് ചെയ്യേണ്ടി വരിക. പിക്ക് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ സാധാരണ ലോക്സ് തുറക്കാവുന്നതാണ്. പക്ഷേ ഈ പിക്ക് യൂസ് ചെയ്തിട്ട് തുറക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അതിന് ഒരുപാട് സമയമെടുക്കും. നമ്മൾ ഓരോ പിന്നും പ്രസ് ചെയ്ത് പിന്നെ അതുപോലെ ഇത് സിലിണ്ടർ തിരിച്ചാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാനും പെട്ടെന്ന് ചെയ്യാനും ബേസിക് ലോക്സിൽ ഏറ്റവും ഹെൽപ്ഫുൾ റേക്കാണ്. ഇനി ഈ പറയുന്ന ടെൻഷൻ റഞ്ചും റേക്കും പിക്കും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം ടെൻഷൻ റഞ്ചിന് നമുക്ക് വേണമെങ്കിൽ പേപ്പർ ക്ലിപ്പിൻ്റെ അറ്റം ഒരു പ്ലയർ ഉപയോഗിച്ചിട്ട് മുന്നോട്ടും ആക്കി ഇതുപോലെ സിക്സ് ആഗ് മോഡലിലാക്കിയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ റേക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ടെൻഷൻ റഞ്ചായിട്ട് പേപ്പർ ക്ലിപ്പ് ഇതുപോലെ എടുത്തിട്ട് വളച്ച് വെച്ചിട്ടുണ്ട്, ഇതും യൂസ് ചെയ്യാം നമുക്ക് ടെൻഷൻ റഞ്ചായിട്ട്. ഇനി പേപ്പർ ക്ലിപ്പ് കിട്ടാനില്ലെങ്കിൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഹെയർ പിന്ന്, ഈ ഹെയർ പിന്ന് നമുക്കിതുപോലെ ഒരു സൈഡ് വളച്ചിട്ട് ടെൻഷൻ റഞ്ചായിട്ടും പിന്നെ അതുപോലെ അതിൻ്റെ പോലെ തന്നെ നമുക്ക് പിക്കായിട്ടും ഈ ഹെയർ പിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്കിവിടെ പിക്ക്, റേക്ക്, ടെൻഷൻ റഞ്ച്, ഇത് പേപ്പർ ക്ലിപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റേക്ക്, ടെൻഷൻ റഞ്ച്, ഇത് ഹെയർ പിൻ കൊണ്ടുള്ള ടെൻഷൻ റഞ്ച്, റേക്ക്. ഈ റേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്ഥലമല്ല യൂസ് ചെയ്യുക. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലോക്സിൻ്റെ ഉള്ളിലൊന്നും കയറില്ല, ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. ഇത് നോർമലി ചെയ്യാൻ നമ്മൾ ഈ ഭാഗം എടുത്ത് ചെറുതായിട്ട് വളച്ചിട്ട് അതുകൊണ്ടാണ് ചെയ്യുക. ഇത് ഈ ഭാഗം കണ്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് 2 ലോക്കുകളാണുള്ളത്. നമുക്ക് ആദ്യം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ ഒരു ലോക്കാണ്, മാസ്റ്ററിൻ്റെ ലോക്കാണ്. ഇതാണ് ഇതിൻ്റെ കീ. നമുക്ക് ഇവിടെ ഇതിൻ്റെ സിലിണ്ടർ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ കീ ഇതിലിട്ടിട്ട് തുറക്കുകയാണ്. അപ്പോൾ ഇത് തുറന്നു. ഇത് കറക്റ്റ് കീ ആയതുകൊണ്ടാണ് തുറക്കാൻ പറ്റിയത്. ഞാനിപ്പോൾ കീ എടുക്കുകയാണ്, ഇത് വീണ്ടും പ്രസ് ചെയ്ത് ഞാൻ ലോക്ക് ചെയ്യുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് പിക്ക് ചെയ്യാമെന്ന് നോക്കാം. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് ഈ ടെൻഷൻ റഞ്ച് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ഇറക്കണം, സിലിണ്ടറിലേക്ക് ഇറക്കണം. എന്നിട്ട് ഇത് എവിടേക്കാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത് നോക്കണം. ഇത് മൂവ് ചെയ്യുന്നത് ഈ സൈഡിലേക്കാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ റഞ്ച് ഇവിടെ വെച്ചിട്ട് നമ്മളിവിടെ എത്തിയേക്ക് പ്രഷർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ ഇത് ബേസിക് ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ റേക്ക് എന്ന് പറയുന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഇതുപോലെ ഏത് തരത്തിലാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അതിന് ശേഷം പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഈ റേക്ക് ഉപയോഗിച്ച് ലോക്കിനുള്ളിൽ കടത്തിയിട്ട് എല്ലാ പിന്നും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം സക്സസ്ഫുൾ ആണെന്നാണ്. തേപ്പ് നമ്മുടെ ലോക്ക് തുറന്നു. അപ്പോൾ ഇത്രയും എളുപ്പമാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമേ വേണ്ടൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ഈ ലോക്ക് നോക്കാം. ഈ ലോക്കിൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. ഈ ലോക്കിന് ഈ കീ വെച്ചാണെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് കീ വേണ്ട.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിലിണ്ടറിൽ നമുക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെൻഷൻ റെഞ്ച് യൂസ് ചെയ്തിട്ട് പ്രഷർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നോക്കാം എവിടേക്കാണ് കൂടുതൽ തിരിയുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഒട്ടും തിരിയുന്നില്ല, ക്ലോക്ക് വൈസിൽ കുറച്ച് തിരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പ്രഷർ കൊടുക്കാം. നമ്മുടെ റേക്ക് എടുക്കാം. റേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നുകൾ നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, ലോക്ക് പിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ റൂമിൻ്റെ ഡോറ് ലോക്ക് പിക്ക് യൂസ് ചെയ്ത് തുറന്നത് നോക്കാം. എൻ്റെ കയ്യിൽ റേക്കും ടെൻഷൻ റെഞ്ചും ഉണ്ട്. അപ്പോൾ എൻ്റെ റൂമിന് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാനത് ഡോറ് ലോക്ക് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവുന്ന സിസ്റ്റമാണ് ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ സാധിക്കില്ല, എത്ര പ്രഷർ ചെയ്ത് വെച്ചാലും കാര്യമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ തുറക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ടെൻഷൻ റെഞ്ച് ഉണ്ട്. ആദ്യം ടെൻഷൻ റെഞ്ച് ഇട്ടിട്ട് ഇത് നോക്കണം എവിടേക്കാണ് കൂടുതൽ തിരിയുന്നത് നോക്കണം. അപ്പോൾ ഈ ശരി, ഇങ്ങോട്ടാണ് കൂടുതൽ തിരിയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ റേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് തിരിയുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ട് തിരിഞ്ഞതിൻ്റെ അർത്ഥം ഡോർ തുറന്നു എന്നാണ്. ഡോർ തുറന്നു നോക്കാം. ശരി, ഡോർ തുറന്നു. അപ്പോൾ കണ്ടല്ലോ ലോക്ക് പിക്ക് ചെയ്യുന്നത് എത്ര ഈസിയാണെന്ന്. ഏതാണ്ട് സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ എൻ്റെ ഡോറിൻ്റെ ലോക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ലോക്കുകളാണെങ്കിൽ കുറച്ചും കൂടി അധികം സമയം എടുക്കും, ചിലപ്പോൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ അത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധം ലോ കോസ്റ്റിന് കിട്ടുന്ന ലോക്സൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മൾ ഈ ലോക്കിൻ്റെ സുരക്ഷയിലാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ലോക്സ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളവിടെ കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ലോക്ക് മേടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കുറച്ചും കൂടി നവീന സാങ്കേതികതയുള്ള കുറച്ചും കൂടി മികവുറ്റ ലോക്കുകൾ, പിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ലോക്കുകൾ, അങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി കുറച്ചും കൂടി ബെറ്റർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലോക്കുകൾ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കവർ ചെയ്ത സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.